ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് ടിഫിൻ ബോക്സ് വീഡിയോ ആണേ. നല്ല എളുപ്പത്തിൽ കുട്ടിക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പി ഉണ്ട്. സ്കൂളിൽ തുറന്നാൽ നമ്മളെ വീട്ടിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഈ കടല, ചെറുപയർ, പരിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഈ വൈറ്റ് കടല ഉണ്ടല്ലോ, കാബൂളി കടല എന്ന് പറയും ഞങ്ങൾ. അതെ, ആ കടല, പിന്നെ കുറച്ച് ക്യാരറ്റ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ട് റെസിപ്പീസ് ആക്കിയിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ മൈൻഡിൽ ആ ടൈം എന്താണോ തോന്നുന്നത് അതൊക്കെ ഉണ്ടാക്കാം. അതേപോലെ ഗോതമ്പ് പൊടി, ഇതൊക്കെ വീട്ടിൽ ഉണ്ടാവേണ്ട ഒരു മസ്റ്റായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ മക്രോണിയൊക്കെ ഉണ്ടല്ലോ, മക്രോണിയൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. റെസിപ്പീസായിട്ട് മാവിൽ നിന്നും ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഒരു വാഴയില എടുക്കുക. അതിലേക്ക് ഇച്ചിരി നെയ്യൊക്കെ തൂകിയിട്ട് ഒന്ന് കൈക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങോട്ട് വട്ടത്തിൽ അങ്ങ് പരത്തിയെടുക്കാം. അധികം കനം കുറച്ച് പരത്തണ്ട കേട്ടോ. ഒരു 1/4 ഇഞ്ച് കനത്തിലൊക്കെ പരത്തിയാൽ മതിയേ. അപ്പോഴാണ് അത് നല്ല അടിപൊളിയായിട്ട് പൊന്തിയിട്ടൊക്കെ വരിക. അധികം കനം കുറച്ച് ഇതാക്കിയാൽ നമ്മളൊരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ഒട്ടും നല്ല കനം ഉണ്ടാവാൻ പാടില്ല, അധികം കനം കുറക്കാനും പാടില്ല കേട്ടോ. അതേപോലെ തന്നെ വീട്ടിൽ മുട്ട കരുതി വെക്കുക. മുട്ട ഉണ്ടല്ലോ, മുട്ട കരുതി വെക്കുക. ഈ ബീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേവിച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ വലിയ വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ വേവിക്കാറ്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കല. വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ നമ്മളെ ഇഷ്ടമുള്ള ഒരു രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ, കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി, കുറച്ചെടുക്കുക. എന്നിട്ട് അത് ചെയ്താൽ ബാക്കി ബോക്സിലിട്ടിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി വേവിച്ചത്. പിന്നെ ഗ്രീൻ പീസ്, സോയാബീന്, ഇതൊക്കെ വീട്ടിലുണ്ടായാലും നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലുമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇനി അങ്ങോട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കോക്കനട്ട് റൈസിൻ്റെ, അതായത് നമ്മുടെ തേങ്ങച്ചോറിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യമൊന്നുമില്ല, ഞാൻ പിന്നെ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് ഗീ ഇട്ടുന്നേ ഉള്ളൂ. ഗീ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓയിലിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ചൊരു ഇച്ചിരി ഒരു പിടി, ഒരു പിഞ്ച് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഉലുവ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചിട്ടിടുക കേട്ടോ. അതൊരു ഫ്ലേവറിനാണ് കേട്ടോ, ആ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചി ഇട്ടത്. ഇഞ്ചി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മറ്റേ സാധാ തേങ്ങച്ചോറ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പീസ് ഇഞ്ചിയോ അല്ലെങ്കിൽ നമുക്കിതിലേക്ക് മസാല പോലെയൊക്കെ ആക്കാം കേട്ടോ. ഇത് തേങ്ങയുടെ അരപ്പാണ്. തേങ്ങയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചതാണ്. എന്നിട്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വന്നാൽ നമ്മുടെ വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ, ചോറെടുത്തിട്ട് ഈ തേങ്ങയുടെ അരപ്പിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. ഓക്കെ, മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. എല്ലാം വെന്ത് സെറ്റായതല്ലേ, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിയിട്ട് പോകട്ടെ, പൊത്തി വെക്കേണ്ടെന്നൊരു ആവശ്യമില്ല. പിന്നെ ഇച്ചിരി മല്ലിയിലയും കൂടി തൂകിയിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയാൽ ആദ്യം കുഴഞ്ഞ പോലെ ഇരിക്കുമെങ്കിലും പിന്നെ സെറ്റായിക്കോളും കേട്ടോ. തണിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് നല്ല സെറ്റായിട്ട് കിട്ടും. കുഴഞ്ഞ പരുവത്തിലൊന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിക്കൂടെ ഈ തേങ്ങച്ചോറ്. അതായത് ഒന്നുമില്ല, റൈസൊന്ന് ചോറൊന്ന് കുക്ക് ചെയ്തിട്ട് വെക്കുക. അതിന് ശേഷം നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങ ഒന്ന് അരച്ചിട്ട് വെക്കുക. പിന്നെ ഒരു പാൻ എടുത്തിട്ട് ജസ്റ്റ് ഗീ വേണമെന്നില്ല, ഗീ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതങ്ങനെ തന്നെ തേങ്ങ ഒഴിച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വെച്ചാലും മതിയാവും കേട്ടോ.
ഇനി എല്ലാം പാത്രത്തിലോട്ടേക്ക് മാറ്റണം. ആദ്യം ഞാൻ അവരുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുമ്പം, അപ്പം കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ചിട്ട് കൊടുത്തു. പിന്നെ മെല്ലെ പിള്ളേരൊക്കെ ഡ്രസ്സ് ചെയ്യാനൊക്കെ പോയപ്പം ഇച്ചിരിയും കൂടി തുറന്നിട്ട് ഇട്ടായിരുന്നു കേട്ടോ ടിഫിൻ ബോക്സിൽ. എന്തായാലും അവർ സ്കൂളിൽ നിന്ന് കഴിക്കും. ഇവിടുന്ന് കുറച്ച് മതി എന്ന് പറഞ്ഞാലും കൊടുത്തു വിട്ടാൽ സ്കൂളിൽ നിന്ന് അങ്ങ് കഴിച്ചോളും. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന വേണ്ടിയിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് സെറ്റ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അത് തണിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്നുകൂടി സെറ്റ് ആയിക്കോളും. പിന്നെ സ്നാക്സിനായിട്ട് പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വെച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. ഇതിലേക്ക് കുറച്ച് ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇവർക്ക് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഉപ്പിട്ടിട്ട് കൊടുക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം, നല്ല പിക്കിൾസ് പോലെ. അപ്പം ഇന്നത്തെ ടിഫിൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെയും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ. ഇന്നലത്തെ ഞാൻ ചെറുമാതിരി ഒന്ന് വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെ അല്ലാതൊന്നും ഇല്ല, ജസ്റ്റ് ടിഫിൻ ബോക്സിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ഇന്നലെ എടുത്തായിരുന്നു. ഇത് ഇന്നലത്തതാണ് കേട്ടോ. ഇന്നലെ കൊടുത്തത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയും പിന്നെ സൈഡായിട്ട് നമ്മുടെ ക്യാരറ്റ് ഉപ്പിലിട്ടതും. ക്യാരറ്റും അതേപോലെ തന്നെയാണ്. ഒരു 2 ഡ്രോപ്സ് ലെമൺ ഇട്ടിച്ചിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ കുറച്ച് ഉപ്പും 1 or 2 ഡ്രോപ്സ് ലെമൺ ഇട്ടിച്ചാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ കൊടുത്താൽ പിള്ളേർ നന്നായിട്ട് കഴിക്കും കേട്ടോ. എന്തെങ്കിലുമായിട്ട് വെജിറ്റബിൾസും കയറണമല്ലോ ഉള്ളിലേക്ക്. ഇവിടെ എന്താണെന്നറിയാം നടന്നത്. മോൻ പറഞ്ഞു എനിക്ക് ഇത്ര മതി, ഇനി കൂടുതലിട്ടാൽ ഞാൻ കഴിക്കത്തില്ല ഉച്ചക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഡയലോഗ് ഇളക്കിയിട്ട് പോയായിരുന്നു. അപ്പോൾ അവൻ്റെ മുന്നിൽ നിന്ന് ഞാൻ മൂടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പം എല്ലാം പോയാലും ജസ്റ്റ് ഒന്ന് മൂടി തുറന്നിട്ട് കുറച്ചും കൂടി ചോറ് അതിൻ്റെ മേലേക്ക് ഇടുക. അങ്ങനെ സ്നാക്സ് കായടയാണേ. കായട ആക്കിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അങ്ങ് പൊരിച്ചിട്ട് കൊടുത്തതാണ്. സ്നാക്സാണിത്. വെള്ളം ഞാൻ തലേന്ന് രാത്രി തന്നെ തിളപ്പിച്ചിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെ കുറച്ച് ജീരക വെള്ളമാക്കും. എന്നിട്ട് ഇന്നലത്തെ രാത്രിത്തെ വെള്ളത്തിൽ ഈ ജീരക വെള്ളം മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഒരു പകുതി വരെ ഇന്നലത്തെ രാത്രിത്തെ വെള്ളം ഒഴിക്കും. അതിനുശേഷം ബാക്കി പകുതി നമ്മുടെ ജീരക വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ജീരക വെള്ളമാണ് ഇവർക്ക് 2 പേർക്കും ഇഷ്ടം. ജീരക വെള്ളം കൊടുത്താൽ ഫുൾ ബോട്ടിൽ കാലിയാക്കിയിട്ട് വരും. ഇല്ലെങ്കിൽ എന്തായാലും പകുതി വെള്ളം അതിലിരിപ്പുണ്ടാവും.
ഇത് ഇന്നലെ കുറച്ച് ഷോ ഇറക്കിയതാണ് കേട്ടോ. ഏതായാലും പുതിയ ബാഗും പുതിയ കുടയൊക്കെ ആണല്ലോ. അപ്പം പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് അങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഓട്ടോയിലാണേ പോകുന്നത്. ഓട്ടോ വന്നേരം പിന്നെ അവരങ്ങോട്ട് പോയി. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരും കേട്ടോ. അല്ലെങ്കിൽ ഇതാ കാണുന്ന റോഡുണ്ടല്ലോ, ടാർ ചെയ്ത റോഡ്, അവിടെയാണ് നിർത്തുക. മഴയാണെങ്കിൽ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.